ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ LGS മാത്സ് സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒത്തിരി സന്തോഷമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. കാര്യം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ 45K ആയിട്ടുണ്ട്. ഒത്തിരി കാര്യം ഒന്നും ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കാനുള്ള ഇഷ്ടം കൊണ്ട് മാത്രം തുടങ്ങിയൊരു ചാനലായിരുന്നു ഞാനത് LPUPയുടെ സമയത്ത്. പക്ഷെ അത് ഇത്രയും ഒരു 45K മെമ്പേഴ്സിലോട്ട്, അതായത് ഏകദേശം 1,00,000 ആകാൻ ഇനി 5,000 കുട്ടികൾ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ 1,00,000 ഫാമിലി ആയിട്ട് മാറുവാണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സെറ്റ് 11 നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. 166/2023 യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രമ സ്കൂളിൽ നിന്നും 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ടും 800 മീറ്റർ ദൂരം 10 മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച് വീട്ടിലെത്തി. എന്നാൽ രമ സഞ്ചരിച്ച ശരാശരി വേഗത എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? 500 മീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ട്, അല്ലെ? 800 മീറ്റർ 10 മിനിറ്റ് കൊണ്ട്. അപ്പൊ എത്രയായി? മൊത്തം 500 പ്ലസ് എത്രയുണ്ട്? 800. എത്രയായി? 1300 മീറ്റർ ആണ് സഞ്ചരിച്ചിരിക്കുന്നത്. എത്ര മിനിറ്റ് കൊണ്ട്? 3 മിനിറ്റ് 10 മിനിറ്റ്. അപ്പൊ 13 മിനിറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സഞ്ചരിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 13 മിനിറ്റ് 1300 മീറ്റർ ദൂരം 13 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ശരാശരി വേഗതയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മീറ്ററിൽ തന്നിട്ടുണ്ട്, ഇതെന്താണ്? മിനിറ്റിൽ തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണ്? ഒന്നുകിൽ അതെന്തായിരിക്കണം? കിലോമീറ്റർ പെർ അവറിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നോർമലി മീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അതിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 1300 മീറ്റർ 13 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ മീറ്റർ ആണേ. എത്രയായി? ഇവിടെ നമുക്കറിയാം 100 മീറ്റർ ആണ്. 100 മീറ്റർ ദൂരമാണ് 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചത്. ഓക്കെ, 100 മീറ്റർ 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. ഇപ്പൊ തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത്, 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡ് ആണ്. സോ നമുക്ക് ഈ പറയുന്ന മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കാൻ ഈ 100 മീറ്ററിനെ എന്തിലേക്ക് മാറ്റണം? 1 മിനിറ്റ് എന്നുള്ളത് 60 സെക്കൻഡ് ആണ്. സോ ഇവിടെ കട്ടായി പോകും, 0 0 കട്ടായി പോകും. 10/6 എന്ന് വരും. 10/6 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആരുടെ ശരാശരി ദൂരം വേഗത എന്ന് പറയുന്നത്? നമ്മുടെ രമയുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് 5/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. √0.0064. ഒത്തിരി തവണ ഞാനിപ്പോ പറഞ്ഞു തന്നു. 64ന്റെ റൂട്ട് എത്രയാണ്? 8 അല്ലെ? 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ ആണ്. ഇപ്പൊ 49 ആണെങ്കിൽ ഇവിടെ എത്ര വന്നേനെ? 7ന്റെ സ്ക്വയർ എന്ന് വന്നേനെ, അല്ലെ? എന്നിട്ട് നോക്കുക, പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ആണ് എങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് മാറണം? 2 ആയിട്ട് മാറണം. സോ പോയിന്റ് 08 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പോയിന്റ് 08 വരും. സോ √0.0064 എന്ന് പറയുന്നത് 0.08 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ആൻസർ എങ്കിലോ? 0.64 ആണ് എങ്കിൽ എത്ര വന്നേനെ? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിലേക്ക് വരുമ്പോൾ അത് 1 ഡിജിറ്റ് ആയിട്ട് മാറും. 0.8 ആയിട്ട് മാറും. ഇനി പോയിന്റ് കഴിഞ്ഞ് 0.0000064 എന്നാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് വന്നേനെ? 8 എന്തായാലും വരും. പിന്നെ എത്ര നോക്കിക്കേ? 2 4 6 വന്നേനെ. 6 ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? സ്ക്വയറിന്റെ വെളിയിലേക്ക് വരുമ്പോൾ 6 നേർ പകുതിയായിട്ട് 3 ആയിട്ട് മാറും. 0.008 എന്നായിട്ട് വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 750നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗമാകുന്നത്? അപ്പൊ 750 കഴിഞ്ഞിട്ടുള്ള വർഗസംഖ്യ ഏതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പം എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് പൂർണ്ണവർഗമാകുവാണ് അല്ലെ ചോദിക്കുന്നത്. ഏത് സംഖ്യ കൂട്ടിയാലാണ്? അപ്പൊ നമുക്കറിയാം 750 എന്ന് പറയുമ്പോൾ 789 എന്ന് പറയുന്നത് എത്രയിന്റെ സ്ക്വയർ ആണ്? 28ന്റെ സ്ക്വയർ ആണ്. 788 എന്ന് പറയുമ്പോൾ 784 ആണ്. ഓക്കെ, 784 ആണ് എന്താ 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 784 28ന്റെ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത നമ്പർ, അതായത് 784 വരണമെങ്കിൽ 750നോട് എത്ര കൂട്ടണം? 34 കൂട്ടണം 784 ആകാൻ. ഓക്കെ, ഇതെങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും? കുറേ സ്ക്വയർ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 1 മുതൽ 20 വരെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1.
2ൻ്റെ സ്ക്വയർ എത്രയാണ് 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ എത്രയാണ് 25. ഓക്കെ, 6ൻ്റെ സ്ക്വയർ എത്രയാണ് 36 ആണ്. 7ൻ്റെ സ്ക്വയർ 49 ആണ്. 7 × 7 8ൻ്റെ സ്ക്വയർ 8 × 8 64, 9ൻ്റെ സ്ക്വയർ 9 × 9 81 വരും. 10ൻ്റെ സ്ക്വയർ എത്രയാണ് 100. ഓക്കെ, അതേപോലെ 11ൻ്റെ സ്ക്വയർ 121, 12ൻ്റെ സ്ക്വയർ 144, 13ൻ്റെ സ്ക്വയർ 169, 14ൻ്റെ സ്ക്വയർ 196, 15ൻ്റെ സ്ക്വയർ 225 ആണ്. ഇതൊക്കെ കാണാണ്ട് പഠിക്കേണ്ടതാണ് കേട്ടോ, എളുപ്പമൊഴിക്കുക. കാര്യം നമുക്ക് ആ എക്സാം ഹോളിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിനൊക്കെ കണ്ടുപിടിച്ച് പോകാൻ നേരമില്ല നമ്മുടെ കയ്യിൽ. പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. 16ൻ്റെ സ്ക്വയർ 286, 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. 18ൻ്റെ സ്ക്വയർ 324 ആണ്. 19ൻ്റെ സ്ക്വയർ 361 ആണ്. 40ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. സോറി, 40 അല്ല, അടുത്ത 20 അല്ല, 20ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. 21ൻ്റെ സ്ക്വയർ എത്രയാണ് 441. 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 484 ആണ്. 23ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 529 ആണ്. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. 25ൻ്റെ സ്ക്വയർ ആണെങ്കിൽ അത് 625 ആണ്. 26ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 676 ആണ്. 27 എന്ന് പറയുന്നത് എത്രയാണ് 729 ആണ്. 28ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 784 ആണ്. 29ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 841. 30ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. ഏകദേശം സ്ക്വയർ ഇത്രയെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് അറിയണം 750 അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക, 750 നിങ്ങൾ 31 ആഡ് ചെയ്തു, 781 ഏതിൻ്റെയെങ്കിലും ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 20 രൂപയാകുന്നു. പെൻസിലിന്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വിലയെങ്കിൽ പെൻസിലിന്റെയും പേനയുടെയും വില എത്ര? ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏറ്റവും എളുപ്പം. ഇവിടെ ആദ്യം നോക്കിക്കേ, പേനയുടെയും പെൻസിലിന്റെയും വില 20 ആണ്. അപ്പം നോക്കിക്കേ, രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 20 കിട്ടണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇതെല്ലാം നോക്കിക്കേ, രണ്ടും കൂടി കൂട്ടുമ്പോൾ 20 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ പറ്റില്ല. പെൻസിലിന്റെ വിലയുടെ 3 മടങ്ങാണ് പേനയുടെ വില. അപ്പം നമ്മൾ ഇത് പെൻസിലാണെങ്കിൽ 8 × 3 24 ആയിരിക്കണം പേനയുടെ വില. അപ്പം ഇതല്ല, ഇതുമല്ല. ഇനി നോക്കിക്കേ, പെൻസിലിന്റെ വില അല്ലെ, പേനയുടെയും പെൻസിലിന്റെയും വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ചിരിക്കുന്ന പേനയുടെ വിലയാണ്. അപ്പൊ എന്തായിരിക്കണം? അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് പെൻസിൽ 5 ആണെങ്കിൽ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 15 5. അപ്പൊ പേനയുടെ വില 15ഉം പെൻസിലിന്റെ വില 5ഉമാണ്. ഉണ്ടോ? ഇതൊക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ക്രിയ ചെയ്യുക. 295 × 3 + 45 × 2 ഡിവൈഡഡ് ബൈ 3 × 7. ഞാൻ എപ്പോഴും പറയുന്നു, ബോർഡ് മാസിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് നിങ്ങൾ വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 295 × 3 നമുക്ക് ആദ്യം അവിടെ നിൽക്കട്ടെ. അത് 295 × 3 അവിടെ നിൽക്കട്ടെ. ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം ചെയ്യാം. ആദ്യത്തെ ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ആണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, പുറത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്, അകത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ഓപ്പൺ ആക്കി വരാനായിട്ട്. അപ്പം 45 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. 90 ഡിവൈഡഡ് ബൈ 3 ക്ലോസ് ചെയ്യുക × 7 എന്ന് വരും. 295 × 3 ഇനി നമുക്ക് അതുകൂടെ തന്നെ എഴുതി വെക്കാം. 295 × 3 പ്ലസ് 90 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 30 ആണ്. 30 × 7 എന്ന് വരും. ഓക്കെ, ഇവിടെയും നമുക്ക് എന്താണ്, ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 295 × 3 എന്ന് പറയുന്നത് 885 ആണ്. പ്ലസ് 30 × 7 എന്ന് പറയുന്നത് 210 ആണ്. 7 3 21. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്? 885ഉം 210ഉം കൂടി കൂട്ടുമ്പോൾ ഇവിടെ 5, ഇവിടെ 9, ഇവിടെ 8 2 10. 1095 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 സ്ക്വയർ × 2 സ്ക്വയർ × 5 ക്യൂബ് × 2 എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ 10, 2, 5 ഒക്കെ കണ്ടാൽ നിങ്ങൾ ഇതിനെല്ലാത്തിനെയും നമുക്ക് 10ന്റെ ബേസിലോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, 10ന്റെ ക്യൂബ് ഇൻറ്റു ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ × 2 × 5ന്റെ ക്യൂബ്. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 10ന്റെ ക്യൂബ് ഇൻറ്റു ഇവിടെ ആൻസർ എങ്ങനെ വരും? 2 സ്ക്വയർ × 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് എന്താണ്
എ പവർ എം ഇൻറ്റു എ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം പ്ലസ് എൻ ആണ് അല്ലേ. രണ്ട് സ്ക്വയറും രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും? 2ന്റെ ക്യൂബായിട്ട് നമുക്കത് മാറും. ഓക്കെ, അതിന് നോക്കിക്കേ, ഇൻറ്റു 5 ക്യൂബ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ ഈ 2ന്റെ ക്യൂബ് കണ്ടുപിടിച്ച് 5ന്റെ ക്യൂബ് ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. ഇവിടെ നേരെ 10ന്റെ ക്യൂബ് എഴുതുക. ഇൻറ്റു എന്ത് വേണം ഇവിടെ ചെയ്യാനായിട്ട്? 2 ഇൻറ്റു 5 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതായത് എ പവർ എം ഇൻറ്റു ബി പവർ എം എന്നാണെങ്കിൽ നമുക്കിതിനെ കോമൺ ആയിട്ട് എ ബി ദി ഹോൾ പവർ എം എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 10 ക്യൂബ് ഇൻറ്റു 10 ക്യൂബ് എന്ന് വരും. ആൻസർ എങ്ങനെ വരും? 10⁻6 എന്ന് വരും. 10⁻6 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? 1ഉം 6 പൂജ്യവും വേണം. ഉണ്ടോ? നമുക്കറിയാം 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്, 1ഉം 2 പൂജ്യവും. 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്, 1ഉം 3 പൂജ്യവും. അതേപോലെ 10⁻6 എന്ന് പറയുന്നത് 1ഉം 6 പൂജ്യവും. നോക്കിക്കേ, 1 2 3 4 5 6. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 1 കിലോ ആപ്പിളിന്റെ വില 180 രൂപയാണെങ്കിൽ ഇത് 201.60 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കണക്കാക്കാനാണ് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ലാഭമായിരിക്കും അല്ലെ. എന്തായാലും ലാഭമാണ്. കാര്യം 150 രൂപയുടെ സാധനം 201 രൂപയ്ക്ക് വിറ്റു. 201.60 രൂപയ്ക്ക് എന്ത് വിറ്റു? 150 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റു. സോ നമുക്കിത് മൈനസ് ചെയ്യാം. ആൻസർ എത്ര വരും? 1. ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഇവിടെ 2 അല്ലെ. 21.60 രൂപയാക്കി ലാഭമുണ്ടായി അല്ലെ. അപ്പൊ നമുക്കറിയാം നഷ്ടശതമാനം, നമുക്ക് ലാഭമാണല്ലോ, അപ്പൊ ലാഭ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ലാഭം ബൈ വാങ്ങിയ വില. നമ്മൾ എപ്പോഴും പറയുന്നു വാങ്ങിയ വില വെച്ചിട്ടാണ് നമ്മൾ ലാഭം കണ്ടുപിടിക്കേണ്ടത്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ ലാഭം എത്രയാണ്? 21.60 രൂപ ഡിവൈഡ് ബൈ 18 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലേ. 180 അല്ലേ വാങ്ങിയ വില. ഈ പൂജ്യം കൂടി കട്ടായിപ്പോയി. ഇവിടെ 21.60 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് 216 എന്ന് വരും. ഓക്കെ, 21.6 എന്ന് എഴുതിയാലും 21.60 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. അതിനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പോയിന്റ് അങ്ങ് മാറ്റിവിടുവാണ്. 216 ഡിവൈഡ് ബൈ 18 എന്ന് വരും. അതായത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആണ്. ഓക്കെ, അതായത് 18 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 6 ശിഷ്ടം 1 വരും, 2 3 വരും, 8 1 ഉണ്ടോ? 6 1 2 216 ഉണ്ടോ? അപ്പോൾ ആൻസർ എത്രയാണ്? 12% അയാൾക്ക് എന്തുണ്ടായത്? ലാഭമുണ്ടായത്. നെക്സ്റ്റ് നോക്കാം. ക്രിയ ചെയ്യുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ വിട്ട് കളയരുത്. ഇവിടെ നമുക്ക് 8/5 പ്ലസ് 1/7 മൈനസ് 3/10 രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ഇതിന്റെ LCM വെച്ച് കണ്ടുപിടിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു 2 സെറ്റും നമുക്ക് ഒരേപോലെ ആക്കാമല്ലോ. ഈ ഒരു 2 സെറ്റ് എന്ന് പറയുന്നത് 8/5 പ്ലസ് 1/7 മൈനസ് 3/10 എന്നുള്ളതിനെ നമുക്ക് 8/5 മൈനസ് 3/10 പ്ലസ് 1/7 എന്ന് എഴുതാം. ഇവിടെ നോക്കിക്കേ, 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എത്ര വരും? 16 മൈനസ് 3/10 എന്ന് വന്നു. ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും സെയിം ആയി. പ്ലസ് 1/7 എന്ന് വരും. അതായത് 13/10 പ്ലസ് 1/7 എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. 13 ഇൻറ്റു 7 ചെയ്യുക. 13 ഇൻറ്റു 7 എന്ന് പറയുന്നത് 91 ആണ് അല്ലെ. 10 ഇൻറ്റു 1 എന്ന് പറയുന്നത് 10 ആണ്. ഡിവൈഡ് ബൈ 10 ഇൻറ്റു 7 70 ആണ്. സോ ആൻസർ എത്ര വരും? 101/70 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 101/70 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. -49 ഡിവൈഡ് ബൈ 7 ഡിവൈഡ് ബൈ 7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ -49 ഡിവൈഡ് ബൈ 7 ആണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? 49 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. ഇവിടുത്തെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് നേരെ ഇട്ട് കൊടുക്കുക. ഡിവൈഡ് ബൈ 7. സോ ആൻസർ എത്ര വരും? 7/7 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി -1 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 5 കുട്ടികളുടെ ഉയരങ്ങളുടെ ശരാശരി 180 ആണ്. അപ്പൊ 5 കുട്ടികളുടെ ഉയരം 180 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും?
ഓക്കെ, ഇത് എണ്ണമാണ്, നമ്പറാണ്. ഇതെന്താണ്? ശരാശരിയാണ് എങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഇൻറ്റു ശരാശരിയാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 150 ഇൻറ്റു 5 ടോട്ടൽ, അതായത് 750 ടോട്ടൽ. അതിൽ 4 കുട്ടികളുടെ തന്നിട്ടുണ്ട്, അതായത് ഈ 5 കുട്ടികളുടെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 750 കിട്ടണം. ഇവിടെ 4 പേരുടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 140 ഉണ്ട്, 156 ഉണ്ട്, 185 ഉണ്ട്, 182 ഉണ്ട്. ഓക്കെ, 6 5 11, 11 2 13, 3 വരും. ഇവിടെ ശിഷ്ടം 1 വരും. 4 1 5 10 20 25 വരും. അല്ലല്ല, 4 1 5 10 15 20 വരും. 0 ശിഷ്ടം 2 വരും. 3 4 5 6 603 4 കുട്ടികളുടെ തുക എന്ന് പറയുന്നത്. അപ്പൊ 4 കുട്ടികളുടെ തുക എത്രയാണ്? 603. 5 കുട്ടികളുടെ തുക 750 ആണെങ്കിൽ അഞ്ചാമത്തെ കുട്ടിയുടെ കണ്ടുപിടിക്കാൻ ഈ പറയുന്ന 750 നിന്ന് ഈ പറയുന്ന 603 അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ നമുക്ക് എത്ര കിട്ടും ആൻസർ ആയിട്ട് വരേണ്ടത്? 147 എന്ന് കിട്ടും അല്ലെ. അതായത് ഇത് നോക്കിക്കേ, ഇങ്ങനെ 5 പേര് എഴുതിയിരിക്കുവാണ്. ഇവിടെ 5 പേരുടെയും കൂടി ടോട്ടല് 750 4 പേരുടെ ടോട്ടല് 603 ആണെങ്കിൽ അഞ്ചാമത്തെ ആളുടെ കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്താൽ മതി. സോ 147 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 216 72 30 ഇവയുടെ ഉസാഗ കാണുക. ഉസാഗ കാണുക എന്ന് പറയുമ്പോൾ എന്താണ്? HCF അല്ലെ, HCF. മറ്റേത് എന്താണ്? LCM അല്ലെ. LCM ഉണ്ട്, ലസാഗുവും ഉണ്ട്, ഉസാഗയും ഉണ്ട്. ഉസാഗ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 216 72 30 ഇതിന്റെ നമുക്ക് HCF കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 1 0 8 അല്ലെ. 2ൽ 2 ഒരു തവണ, 1ൽ പറ്റില്ല. സോ 0 ഇറക്കി എഴുതുക. 16ൽ 8 തവണ, 72ൽ എത്ര തവണ? 36 തവണ അല്ലെ. 30ൽ എത്ര തവണ? 15 തവണ. എഗെയിൻ നമുക്കിതിനെ എല്ലാത്തിനെയും ചെയ്യണം. LCM എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു, ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും ചെയ്യാമെങ്കിൽ നമ്മളിങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കും. ഇത് അങ്ങനെയല്ല. HCF കണ്ടുപിടിക്കുമ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ ചെയ്യാൻ പറ്റണം. ഇവിടെ നമുക്ക് 8 1 9 6 3 9 5 1 6 എല്ലാം 3ന്റെ ടേബിളിൽ പോകുന്നതാണ്. അപ്പൊ നമുക്ക് 3 കൊണ്ട് ചെയ്യാം. ഇവിടെ ആൻസർ എത്ര വരും? 36 വരും. ഇവിടെ 12 വരും. ഇവിടെ 5 വരും. ഇനി ഇതിന് ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാത്തിലും കോമൺ ആയിട്ട് പറ്റില്ല. സോ HCF എന്ന് പറയുന്നത് ഇത്രയും ഏരിയ എടുത്താൽ മതി. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 3 6 HCF. ഇനി ഇതിന്റെ തന്നെ LCM ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എഗെയിൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ നമുക്ക് 2 കൊണ്ട് വീണ്ടും ചെയ്യാം അല്ലെ. അങ്ങനെ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് HCF ആണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അതായത് ഈ 3 സംഖ്യകളെയും കൊണ്ട് ഒരേപോലെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ, അതാണ് HCF, ഉസാഗ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആകുന്നു. ദിയയുടെ വയസ്സിന്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്ര? ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യത്യാസം 4 ആണ്. ഇവിടെ നോക്കി, ഈ അര അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 4 ആണ്. 15ൽ നിന്ന് 11 കുറച്ചാൽ 4 ആണ്. 9ൽ നിന്ന് 5 കുറച്ചാൽ 4 ആണ്. 16ൽ നിന്ന് 12 കുറച്ചാൽ 4 ആണ്. അപ്പൊ എല്ലാത്തിന്റെയും വ്യത്യാസം 4 ആണ്. ദിയയുടെ വയസ്സിന്റെ 3 മടങ്ങിനോട്, അപ്പൊ ദിയയുടെ വയസ്സ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുവാണേ. ദിയയുടെ വയസ്സ് 1.5 ആണെങ്കിൽ അതിന്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ നമുക്ക് 5.5 കിട്ടുമോ ഇല്ലെന്ന് നോക്കിയാൽ മതി. 1.5യുടെ 3 മടങ്ങ് ആദ്യം കണ്ടുപിടിക്കണം. 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.5യുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 വരും. അതിനോട് ഒരു 1.5 കൂടി കൂട്ടുക. അപ്പൊ എത്ര വരും? 4.5 വരും അല്ലെ. 4.5 + 1 എന്ന് പറയുന്ന 5.5 സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന 1.5യെ നമുക്ക് എന്താക്കി എടുക്കാം? 1.5 × 3 എന്ന് പറയുമ്പോഴേക്കും ഇത് ആദ്യം എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ, മിശ്ര ഭിന്നത്തെ സാധാരണ വിഷമ ഭിന്നത്തിലേക്ക് മാറണം. 2 × 1 എത്രയാണ്? 3. 3 + 1 4. 3/2 എന്ന് വരും. 3/2 × 3 എന്ന് വരും. ഇവിടെ നോക്കിക്കേ, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 9/2. 9/2 എന്ന് പറഞ്ഞാൽ 9നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4.5. 9ന്റെ പകുതി 4.5 കണ്ടോ. 4.5യോട് 1 കൂട്ടിയാൽ എത്ര കിട്ടി? 5.5 കിട്ടി. സോ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് ഏറ്റവും ഇവിടെ എളുപ്പമായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 5x 125 ആയാൽ എക്സിന്റെ വാല്യൂ എത്ര? സോ നമുക്ക് 125 എന്ന് പറയുന്നതിനെ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2 വരും. ഇവിടെ 5 വരും. 25 വരും. എഗെയിൻ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ 5 വരും. എഗെയിൻ 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 1 വരും. അപ്പൊ
അതായത് 5ന്റെ ക്യൂബിനെയാണ് നമ്മൾ 125 എന്ന് പറയുന്നത്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരാൾ നിൽക്കുന്നിടത്ത് നിന്നും തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. ഈ തെക്ക് വടക്ക് പടിഞ്ഞാറ് ഒരു പ്രോബ്ലം ഇപ്പൊ ഇത്രയും 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടല്ലോ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് വരച്ച് വെക്കുക. വച്ചിട്ട് തന്നെ പഠിച്ചു. അയാൾ എന്താ പറയുന്നത്? തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. ഇതാണല്ലോ നിൽക്കുന്ന സ്ഥലം. തെക്കോട്ട് അയാൾ എന്ത് ചെയ്തു? 3 കിലോമീറ്റർ നടന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പടിഞ്ഞാറോട്ട് അയാൾ 4 കിലോമീറ്റർ നടന്നു. ഇവിടെ നിന്ന് തുടങ്ങിയ സ്ഥാനത്തേക്കുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചോ. 3ഉം 4ഉം വന്നാൽ മറ്റേത് 5 ആയിരിക്കും. 3ഉം 5ഉം വന്നിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് തന്നിരിക്കുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. ഇതിന് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് അഥവാ പൈതഗോറിയൻ ത്രികങ്ങൾ എന്ന് പറയും. നമ്മളൊരു ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ. പൈതഗോറിയൻ ത്രികങ്ങളിൽ പെടാത്തത്, അതായത് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൊണ്ട് കൂട്ടുമ്പോൾ ഇതിന്റെ സ്ക്വയർ 9ഉം ഇതിന്റെ സ്ക്വയർ 16ഉം ഇതിന്റെ സ്ക്വയർ കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ 3 വന്നു, ഇവിടെ 4 വന്നാൽ ഇവിടെ 5 ആയിരിക്കും. കണ്ടോ? 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെ, പാദം സ്ക്വയർ പ്ലസ് എന്താണ് ലംബ സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയർ ആയിട്ട് കിട്ടണം. സോ ഇവിടെ എത്ര കിട്ടും? 9 + 16 25. √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഇതിനെയാണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ. 3ഉം 4ഉം പെയർ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 5 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ. നെക്സ്റ്റ് നോക്കാം. പ്ലസ് എന്നത് ഇൻറ്റു, പ്ലസ് എന്നത് ഇൻറ്റു, ഓക്കെ. മൈനസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ പ്ലസ്, ഇതിന് പകരം പ്ലസ്. ഇൻറ്റു എന്നാൽ മൈനസ് ആയാൽ താഴെ തന്നിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 75 + 4 ഡിവൈഡഡ് ബൈ 2 - 3 × 6. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 75 + 4 ഡിവൈഡ് ബൈ 2 - 3 × 6. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 75 + 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബോർഡ് മാസ് അല്ലേ? ബോർഡ് മാസ്. ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. മൈനസ് 6 × 3 എത്രയാണ്? 18 ആണ്. 75ഉം 2 കൂടി കൂട്ടുമ്പോൾ 77 - 18 എന്ന് വരും. അതായത് 59. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. തന്നിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ. 8 ഉണ്ട്, 14 ഉണ്ട്, 24 ഉണ്ട്, 38 ഉണ്ട് ഡാഷ്. 8നോട് 6 കൂട്ടിയപ്പോ എന്ത് കിട്ടി? എനിക്ക് 14 കിട്ടി. ഈ 14നോട് 10 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 24 കിട്ടി. ഈ 24നോട് ഞാൻ 14 കൂട്ടിയപ്പോഴാണ് എനിക്ക് 38 കിട്ടിയത്. ഈ 38നോട് ഞാൻ അടുത്ത് എത്ര കൂട്ടണം? 18 കൂട്ടണം. നോക്കിക്കേ, 4 കൂട്ടി വന്നിരിക്കുന്നത്. 6 വന്നു, 10 വന്നു, 14 വന്നു. സോ അടുത്ത 18 വേണം. അപ്പൊ എന്ത് ചെയ്യണം? 38നോട് ഈ പറയുന്ന 18 കൂട്ടുമ്പോൾ 8 വെട്ടും 16, ശിഷ്ടം 1 വരും. 3 3 4, 4 1 5, 56 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു സംഖ്യയുടെ 5/8 ഭാഗവും ആ സംഖ്യയുടെ 2/3 ഭാഗവും എന്താണ്? കൂട്ടിയാൽ 68 കിട്ടും. എന്നാൽ സംഖ്യ ഏത്? സംഖ്യ നമുക്കറിയില്ല. നമുക്ക് നോക്കാം. സംഖ്യയുടെ 5/8 ഭാഗം, ഏതോ ഒരു സംഖ്യയുടെ 5/8 ഭാഗം ആ സംഖ്യയുടെ 2/3 ഭാഗം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 62 കിട്ടി. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിക്കേ. ഇവിടെ എന്ത് വരും? 5x/8 എന്ന് വരും അല്ലേ? ഇവിടെ നമുക്ക് ഇതിനെ ബേസ് സെയിം ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ 5x/8 എന്ന് വരും. പ്ലസ് 2x/ ഇവിടെ എത്ര വരും? 3 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എത്ര വരും? 15x + 16x ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറയുന്നത് 62 ആണ്. സോ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? 15xും 16xും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 31x ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 62 × 24 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്ര വരും? 62 × 24 ഡിവൈഡഡ് ബൈ 31. ഈ 31ഉം 62 കൂടി കട്ടായി പോകും 2 തവണ. 2 × 24 എന്ന് പറയുന്നത് 48 ആണ്. സോ ആൻസർ വരേണ്ടത് 48. ഉണ്ടാകും. വേണേൽ നമുക്ക് ചെയ്ത് നോക്കാം. 48ന്റെ 5/8 ഭാഗം എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എത്ര വരും? കട്ടായി പോകും. 8 6 48. ഓക്കെ. ഇനി എന്താ വരേണ്ടത്? 48ന്റെ 2/3 ഭാഗം ഇവിടെ കട്ട് ചെയ്യുമ്പോഴേക്കും ഒരു തവണ. ഇവിടെ 18 എന്ന് പറയുമ്പോൾ 16. 16 × 2 എത്രയാണ്?
32 ഇവിടെ 30, 32 കൂടി കൂട്ടുമ്പോൾ 62 കിട്ടി. ഉണ്ടോ? ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 5 × 7 66 ആയാൽ 4 × 2 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അവിടെ എന്താണ് മെന്റലബിലിറ്റി ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 5 ൽ 1 ഇവിടെ എന്ത് ചെയ്തു? കൂട്ടി എഴുതി. 7 ൽ 1 കുറച്ചെഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 4നോട് 1 കൂട്ടി എഴുതുമ്പോൾ 5 വരും, 2നോട് 1 കുറച്ചെഴുതുമ്പോൾ 1 വരും. 51 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ കൂട്ടി 7ൽ നിന്ന് 1 കുറച്ചു, 5നോട് 1 കൂട്ടി 7നോട് 1 കുറച്ചു, 4നോട് 1 കൂട്ടി 5 എഴുതി, 2നോട് 1 കുറച്ചു 1 എഴുതി. നെക്സ്റ്റ് നോക്കാം. ക്രിയ ചെയ്യുക. റൂട്ട് ഓഫ് 2.25 ഇൻറ്റു റൂട്ട് ഓഫ് 0.64 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 0.16. 225 എന്ന് പറയുന്നത് 15ന്റെ എന്താണ്? സ്ക്വയർ ആണ്. അപ്പൊ റൂട്ട് ഓഫ് 2.25 എന്ന് പറയുമ്പോൾ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് വേണം. സോ ഇവിടെ ആൻസർ വരേണ്ടത് 1.5 വരും. ഇൻറ്റു 0.64 എന്ന് പറയുന്നത് 0.8 ആയിട്ട് മാറും. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ആയിട്ട് മാറും.